എൻ്റെ ട്രൈപ്പോഡ് അടിച്ച് എനിക്ക് ഭയങ്കര ട്രോമയായി പോയി. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ പാഷനായിട്ട് കൊണ്ടുവന്നൊരു സാധനം എടുത്ത് ഇയാൾ തല്ലി തകർത്ത് കളയുക. അതെനിക്ക് അതോടുകൂടി ഞാൻ ബ്ലൈൻഡായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ എൻ്റെ ഒരു വഴിയിൽ എൻ്റെ ഒരു തയ്യക്കാരി എന്നെ കണ്ടുപിടിച്ച് തിരിച്ചു പിടിച്ചോണ്ട് വന്നതാ. കുഞ്ഞ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യും. അങ്ങനെ ഒരു പോലീസ് കേസൊക്കെ കൊടുക്കാം. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അന്ന് ഞാൻ ഇറങ്ങി പോകാൻ പോയിട്ട് അങ്ങനെ ഞാൻ പിന്നെ 6 മാസം പോയി വീട്ടിൽ നിന്നു. പിന്നെ എനിക്ക് ഇയാളെ ഫേസ് ചെയ്യാനോ വീട്ടിലേക്ക് വരാനോ, അന്ന് ഇവരുടെ അമ്മ കാലം ഒക്കെ ദൈവം ശിക്ഷ കൊടുത്തതുപോലെ തന്നെ കാലക്കൊടിഞ്ഞ് വീട്ടിൽ കിടന്നു. ഇയാള് പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന മാസം മാത്രം എന്നെ കാണാൻ, കുഞ്ഞിനെ കാണാനായിട്ട് വീട്ടിൽ വരുമായിരുന്നു. 2-3 മാസം അടുപ്പിച്ച് വരും. അമ്മ ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നെ വരാതായി. അന്നാണ് എനിക്ക് മനസ്സിലായത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി. അവർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആഴ്ചയിൽ പൈസകൾ ഇഷ്ടം പോലെ മുടക്കി, അതായത് 100-500 രൂപയുടെ കളിപ്പാട്ടങ്ങൾ മുടക്കി കുഞ്ഞിനെ കാണാൻ അയാൾ വരും. അമ്മ ജനുവരിയിൽ ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അയാൾ വരാതായി. പിന്നെ 2 ആഴ്ച 3 ആഴ്ച പിന്നെ ഞങ്ങളെ ഒരു മെയിലോ വന്ന് ഇയാൾ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ. അതുവരെ എനിക്ക് ട്രോമയായിരുന്നു. ഇയാൾ തിരിച്ച് വിളിച്ച് എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു വീട്ടിലോട്ട്. എന്നെ ഷിവറിങ് ആയിരുന്നു എൻ്റെ ഹൃദയം. എനിക്ക് പേടിച്ചിട്ടാണോ അതോ എന്തോ എനിക്ക് അറിയില്ല. ഇയാൾ എന്നെ എങ്ങനെ കൊന്നുകളയെന്നുള്ള ഭീതിയായിരുന്നു എനിക്ക്. പിന്നെ ഇയാളുടെ ഒരു കണ്ണിലെ ഒരു സൈക്കിക് ഭാവം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു ഇയാൾ എന്നെ കൊന്നുകളയോ, രാത്രിയിലെങ്ങനെ ഞാൻ കിടന്നോ കഴുത്തിരിച്ച് കൊല്ലുവോ, ഇയാൾ ഇനി എന്നെ ടൂറിനെന്ന പേരിൽ ഇയാൾ കൊക്കയിലിട്ടു. ഞാൻ അയാളുടെ തന്നെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. മൂന്നാറിലൊക്കെ ഞങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പിനൊക്കെ പോകും. കന്യാകുമാരിലൊക്കെ പോയപ്പോൾ അല്ലെങ്കിൽ മൂന്നാറിൽ പോയിട്ട് തിരിച്ച് ഇതുപോലെ രാത്രി വന്ന് പുള്ളില്ല. ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയമല്ലല്ലോ, സേഫ്റ്റി അല്ലേ വരേണ്ടത്. പകരം ഞാൻ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വഴിയിലൊന്നും ആൾക്കാരെത്തപ്പോൾ ഞാൻ ഇയാൾ ഇയാളിനെ വല്ല കൊക്കയിലെങ്ങാനും തല്ലിട്ട് കൊല്ലുമോ ഇനി. വൈരാഗി ഇയാളുടെ ഹൃദയത്തിലുണ്ടല്ലോ എന്നും. ഇയാളെക്കാൾ ഇയാൾ ഒരു ഈഗോയിസ്റ്റ് ആണെന്ന് എനിക്ക്. ഇയാൾ ഇച്ചിരി ഡാർക്കാണ്. അപ്പോൾ എനിക്ക് ഡാർക്ക് കളറുള്ളവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബേസിക്കലി എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കൊരു പ്രശ്നമില്ലോ, വെയിലിനെ ഒന്നും നിങ്ങൾക്ക് പേടിക്കണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാം. പുള്ളിക്ക് ഭയങ്കര ഇവരുടെ വീട്ടുകാർക്ക് ബേസിക്കലി കറുത്ത നിറമുള്ളവരെ വെറുപ്പാണ്. അവരെല്ലാവരും കറുത്തതാണ്. എന്തായാലും പുറത്തുള്ള കറുപ്പ് നിറമുള്ള ഒരാളെ കണ്ടാൽ ഓ കറുത്ത് കരിമണ്ടിയെ പോലെ ഇരിക്കുന്നതെന്ന് ഇവരും. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഇങ്ങനെ പറയാൻ? സ്വന്തം മുഖം നോക്കാറില്ല കണ്ണാടിയിൽ. അപ്പോൾ ഇവർക്ക് വെളുത്ത നിറത്തിനോട് ഭയങ്കര അഭിനിവേശമാണ്. അപ്പോൾ കുഞ്ഞിനാണെങ്കിലും എണ്ണയൊക്കെ തേച്ച് വെളുപ്പിക്കണം എന്നുള്ള ആഗ്രഹക്കാരായിരുന്നു ഇവർ. അങ്ങനെ അഭിനിവേശമുള്ള ആൾക്കാർ. അതുപോലെ എന്തൊക്കെയോ കോംപ്ലക്സ് മൊത്തത്തിൽ തീർന്ന ഒരു ഫാമിലി ആയിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ ഈഗോയിസ്റ്റിന്റെ ഉസ്താദാണ് ഈ പറയപ്പെടുന്ന എൻ്റെ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി. ഭയങ്കര ഈഗോയെ, പുള്ളിയേക്കാൾ സുപ്പീരിയർ ആയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീകളൊന്നും പുള്ളിക്ക് ഒരാളോട് ബഹുമാനമില്ല. പഠിപ്പിച്ച അധ്യാപകനോട് ബഹുമാനമില്ല. പഠിപ്പിച്ച ആരോടും പുള്ളിക്ക് ബഹുമാനം, സ്വന്തം സത്വത്തോട് ബഹുമാനമില്ല. എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം വേണ്ടേ, അതുമില്ല. ആരും പുള്ളി ഒന്നും പഠിപ്പിച്ചില്ല. പുള്ളി എല്ലാം സ്വയം പഠിച്ചതാണ്. ഡ്രൈവിംഗ് സ്വയം പഠിച്ചതാണ്, അക്ഷരങ്ങൾ എല്ലാം പുള്ളി ഭയങ്കര അഹങ്കാരത്തിന്റെ ഉച്ച നീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി.